ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികളെ കുറിച്ചാണ്. പലർക്കും ഈ പദ്ധതികളെ കുറിച്ച് ശരിയായ വിവരം അറിയാത്തതിനാൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക. കാരണം ഈ പറയുന്ന വിവരങ്ങൾ വീട്ടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും വിധവകൾക്കും വിദ്യാർത്ഥിനികൾക്കും തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഏറെ ഉപകാരപ്പെടും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പദ്ധതികളിൽ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായമാണ് ഈ പദ്ധതി. വിധവകൾക്കും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും കുടുംബ പിന്തുണ ഇല്ലാത്ത വനിതകൾക്കും ഈ സഹായം വലിയ ആശ്വാസമാണ്. പല കുടുംബങ്ങളിലും ഈ പെൻഷൻ തുകയാണ് മാസത്തിലെ പ്രധാന വരുമാനം. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ, കുടിശ്ശിക നൽകുമോ, പുതിയ ആളുകളെ ഉൾപ്പെടുത്തുമോ എന്ന കാര്യങ്ങൾ സ്ത്രീകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ UDF സർക്കാർ വന്നതോടെ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിക്കുമെന്ന ചർച്ചകളും ശക്തമാണ്. ചിലർ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം, വീട്ടമ്മമാർക്ക് പ്രത്യേക അലവൻസ്, സൗജന്യ ബസ് യാത്ര, കുക്കിംഗ് ഗ്യാസ് സബ്സിഡി, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ പദ്ധതികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീട്ടമ്മമാർക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക ധനസഹായം, മാസാന്ത്യ അലവൻസ്, റേഷൻ ആനുകൂല്യങ്ങൾ, വൈദ്യുതി ബില്ലിൽ ഇളവുകൾ തുടങ്ങിയ പദ്ധതികൾ സർക്കാർ കൊണ്ടുവരണമെന്ന് പലരും ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഇത്തരം പദ്ധതികൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കേരളത്തിലെ പെൺകുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ പദ്ധതികളും ഇപ്പോൾ വലിയ പ്രാധാന്യം നേടുകയാണ്. ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്, ഹയർ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്, ഹോസ്റ്റൽ സപ്പോർട്ട്, ലാപ്ടോപ്പ് സ്കീം, ഫ്രീ കോച്ചിങ്, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് തുടങ്ങിയ സഹായങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പല പെൺകുട്ടികൾക്കും സാമ്പത്തികമായി പ്രശ്നങ്ങൾ കാരണം ഉയർന്ന വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കുടുംബശ്രീയെ പലരും കാണുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കുടുംബശ്രീ വഴി ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംരംഭങ്ങളിലേക്ക് വളർന്നിട്ടുണ്ട്. ടൈലറിംഗ് യൂണിറ്റ്, കാറ്ററിംഗ് സർവീസ്, ബേക്കറി, സോപ്പ് മേക്കിംഗ്, ഓൺലൈൻ ബിസിനസ്, പിക്കിൾ പ്രൊഡക്ഷൻ, ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് ഇന്ന് വിജയകരമായി മുന്നേറുകയാണ്. UDF സർക്കാർ വരുമ്പോൾ കുടുംബശ്രീ പദ്ധതികൾക്ക് കൂടുതൽ ഫണ്ട് ലഭിക്കുമോ, പുതിയ സെൽഫ് എംപ്ലോയ്മെന്റ് പദ്ധതികൾ വരുമോ എന്ന കാര്യം വലിയ ചർച്ചയാണ്. കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് വീട്ടമ്മമാർ എന്ന പരിധി കടന്ന് ഓൺലൈൻ ഏണിംഗ് മേഖലയിൽ പ്രവേശിക്കുകയാണ്. സർക്കാർ തലത്തിൽ ഡിജിറ്റൽ ട്രെയിനിങ് പദ്ധതികൾ ആരംഭിച്ചാൽ കൂടുതൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് പോലും വരുമാനം നേടാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികളും കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഗർഭിണികൾക്കുള്ള ധനസഹായം, ന്യൂട്രീഷൻ സപ്പോർട്ട്, ക്യാൻസർ സ്ക്രീനിംഗ്, ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്, മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് തുടങ്ങിയ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പല സ്ത്രീകളും ആരോഗ്യ പരിശോധനകൾ വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ സൗജന്യ ആരോഗ്യ ക്യാമ്പുകൾ വലിയ സഹായകമാകും. ഇപ്പോൾ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഫേക്ക് ലോൺ സ്കാം, ഫേക്ക് ജോബ് ഓഫർ തുടങ്ങിയ തട്ടിപ്പുകളും വർദ്ധിച്ചു വരികയാണ്. നിരവധി സ്ത്രീകൾ സോഷ്യൽ മീഡിയ വഴിയുള്ള സ്കാമുകൾ പെടുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ സ്ത്രീകൾക്കായി സൈബർ അവയർനെസ് ക്യാമ്പയിൻ, ലീഗൽ സപ്പോർട്ട് സിസ്റ്റം, വുമൺ ഹെൽപ്പ് ലൈൻ സർവീസ് എന്നിവ ശക്തമാക്കണമെന്ന ആവശ്യവും സമൂഹത്തിൽ ഉയരുന്നുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്കും യുവതികൾക്കും ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികൾ വലിയ രീതിയിൽ ആവശ്യമാണ്. നഴ്സിംഗ്, IT സെക്ടർ, AI ടൂൾസ് ട്രെയിനിങ്, ഡിജിറ്റൽ സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, PSC കോച്ചിംഗ്, ബാങ്കിംഗ് എക്സാം കോച്ചിംഗ് തുടങ്ങിയ മേഖലകളിൽ സർക്കാർ സൗജന്യ പരിശീലനം നൽകുകയാണെങ്കിൽ ആയിരക്കണക്കിന് യുവതികൾക്ക് തൊഴിൽ നേടാൻ കഴിയും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ പെൺകുട്ടികൾക്ക് ഇത്തരം പരിശീലനങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കും. ഇപ്പോൾ കേരളത്തിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതികളെ കുറിച്ചും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയ ചില പദ്ധതികൾ കേരളത്തിൽ വരുമെന്ന കാര്യത്തിൽ ജനങ്ങൾ ആകാംക്ഷയിലാണ്. ദിവസേന ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇത്തരം പദ്ധതികൾ വലിയ സാമ്പത്തിക ആശ്വാസമാകും. യാത്രാ ചെലവ് കുറയ്ക്കുന്നതിലൂടെ കുടുംബ ചെലവിലും വലിയ കുറവുണ്ടാകും. ഇതുകൂടാതെ സൗജന്യ ബസ് യാത്ര ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തത് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. വർഷങ്ങളോളം കുടുംബത്തിനായി ജോലി ചെയ്തിട്ടും പല സ്ത്രീകൾക്കും സ്വന്തം വരുമാനമില്ലാത്ത അവസ്ഥയാണ്.
അതുകൊണ്ട് വീട്ടമ്മമാർക്ക് മന്ത്ലി സപ്പോർട്ട് അലവൻസ് നൽകുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നതാണ് പലരുടെ അഭിപ്രായം. സോഷ്യൽ മീഡിയയിലും ഈ വിഷയത്തിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾ എന്ന രാഷ്ട്രീയ രംഗത്തും ശക്തമായി മുന്നേറുകയാണ്. വിദ്യാഭ്യാസം, ജോലി, ബിസിനസ്, മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നേറുന്നതിനാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ കൂടുതൽ സപ്പോർട്ട് സിസ്റ്റം ലഭിച്ചാൽ കേരളത്തിലെ സ്ത്രീകൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വനിതാ സമൂഹമായി മാറാൻ കഴിയും. കേരളത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അതൊരു കുടുംബത്തിന്റെ മാത്രം മാറ്റമില്ല, ഒരു സമൂഹത്തിന്റെ തന്നെ പുരോഗതി ആയിരിക്കും. സ്ത്രീകൾ സാമ്പത്തികമായി ശക്തരാകുമ്പോൾ കുടുംബവും സമൂഹവും കൂടുതൽ സുരക്ഷിതവും മുന്നേറിയതുമായി തീരും. അതുകൊണ്ട് സ്ത്രീക്ഷേമ പദ്ധതികൾ രാഷ്ട്രീയ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. അടുത്തത്, കേരളത്തിലെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സാമ്പത്തിക സുരക്ഷയും നൽകുക എന്ന ലക്ഷ്യത്തോടെ നിരവധി വാഗ്ദാനങ്ങളും പദ്ധതികളും UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന യുവാക്കൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് സർക്കാർ പിന്തുണയോടെ കൂടുതൽ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് UDF വ്യക്തമാക്കുന്നു. സ്വകാര്യ മേഖലയിലും IT മേഖലയിലും പുതിയ കമ്പനികൾ കൊണ്ടുവരികയും യുവാക്കൾക്ക് നാട്ടിൽ തന്നെ ജോലി ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദേശത്ത് പോകാതെ തന്നെ കേരളത്തിൽ ജോലി നേടാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പറയപ്പെടുന്നു. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് പലിശ ഇളവോടുകൂടെ വായ്പയും സർക്കാർ സഹായം നൽകുമെന്ന വാഗ്ദാനമാണ് പ്രധാനമായി ഉയരുന്നത്. പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്ക് പുതിയ സാമ്പത്തിക സഹായം, പരിശീലനം, മാർക്കറ്റിംഗ് സഹായം എന്നിവ നൽകുന്നതിലൂടെ കൂടുതൽ യുവജന സംരംഭകരെ സൃഷ്ടിക്കാനാണ് ലക്ഷ്യം. അടുത്തത്, വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് ആൻഡ് ഡിജിറ്റൽ സഹായമാണ്. പഠനത്തിനും ഓൺലൈൻ ജോലികൾക്കും യുവാക്കൾക്ക് ഡിജിറ്റൽ സൗകര്യങ്ങൾ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് സഹായം, സ്കിൽ ട്രെയിനിങ് എന്നിവ ലഭ്യമാക്കണമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വലിയ ചർച്ചയാകുന്നുണ്ട്. AI കോഡിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള പുതിയ മേഖലകളിൽ പരിശീലനം നൽകാനും പദ്ധതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അടുത്തത്, PSC പരീക്ഷ സഹായ പദ്ധതിയാണ്. സർക്കാർ ജോലി ലക്ഷ്യമിടുന്ന യുവാക്കൾക്ക് PSC കോച്ചിംഗ് സഹായം, സൗജന്യ പഠന സാമഗ്രികൾ, പരീക്ഷാ ഫീസ് ഇളവ് തുടങ്ങിയ സഹായങ്ങൾ നൽകണമെന്ന വാഗ്ദാനവും ശ്രദ്ധ നേടുന്നു. പലരും വർഷങ്ങളായി PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ ഈ മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് യുവാക്കൾക്കിടയിലുള്ളത്. അടുത്തത്, വർക്ക് ഫ്രം ഹോം ആൻഡ് ഫ്രീലാൻസിംഗ് സപ്പോർട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ നിരവധി യുവാക്കൾ വീട്ടിലിരുന്ന് ഓൺലൈൻ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു. അതിനായി ഫ്രീലാൻസിംഗ്, യൂട്യൂബ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, AI ടൂൾസ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതികൾ നടപ്പാക്കാമെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. അടുത്തത്, യുവാക്കൾക്കുള്ള സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയാണ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം സ്കിൽ ഗ്യാപ്പ് ആണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. അതിന് ഇൻഡസ്ട്രി റീഡിംഗ് ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്റർവ്യൂ ട്രെയിനിങ്, സോഫ്റ്റ്വെയർ കോഴ്സസ് എന്നിവ സർക്കാർ പിന്തുണയോടെ നൽകണമെന്ന ആശയങ്ങൾ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുന്നുണ്ട്. അടുത്തത്, സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സപ്പോർട്ടാണ്. കായിക മേഖലയിൽ കഴിവുള്ള യുവാക്കൾക്ക് പ്രത്യേക പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും നൽകണമെന്ന പ്രഖ്യാപനങ്ങൾ ഉയരുന്നുണ്ട്. ജില്ലാതലത്തിൽ സ്പോർട്സ് അക്കാദമി, ജിം സപ്പോർട്ട്, ടൂർണമെന്റ് ഗ്രാന്റ് എന്നിവ ആരംഭിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ യുവജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കുന്നു. അടുത്തത്, ഗൾഫ് റിട്ടേൺ യുവാക്കൾക്കുള്ള സഹായമാണ്. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന യുവാക്കൾക്ക് പ്രത്യേക പുനരധിവാസ പദ്ധതികളും ചെറിയ ബിസിനസ് തുടങ്ങാൻ സഹായവും നൽകുമെന്ന വാഗ്ദാനങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നു. ഗൾഫ് റിട്ടേൺ യുവാക്കൾക്ക് ലോൺ സബ്സിഡി, സ്കിൽ ട്രെയിനിങ്, ജോബ് പ്ലേസ്മെന്റ് എന്നിവ നൽകണമെന്നാണ് പറയുന്നത്. പഠനം പൂർത്തിയാക്കിയ യുവ വനിതകൾക്കും സ്വയം തൊഴിൽ, സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, ഓൺലൈൻ ബിസിനസ് ട്രെയിനിങ്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തുടങ്ങിയ സഹായങ്ങൾ നൽകുമെന്ന പദ്ധതികൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തെ പൂർണ്ണമായും ഡിജിറ്റൽ തൊഴിൽ കേന്ദ്രമാക്കി മാറ്റുക എന്ന ആശയവും യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചയാണ്. ഹബ്, IT പാർക്ക്, സ്റ്റാർട്ടപ്പ് വില്ലേജസ്, ഇന്നോവേഷൻ സെന്റേഴ്സ് എന്നിവ വഴി പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാമെന്നാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കുമുള്ള പ്രധാന പദ്ധതികളും ആനുകൂല്യങ്ങളും വിശദമായി നോക്കി. ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്കും UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്ന കുറച്ച് വിശദവിവരങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്.